ഓണത്തിന് ഈ മദ്യവിൽപ്പനയിൽ നിന്ന് സർക്കാരിന് കിട്ടിയത് 900 കോടിയാണ്. നിസ്സാരമൊന്നുമല്ല. അപ്പോൾ മദ്യവിൽപ്പനയെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് സർക്കാരിന് മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായിട്ടൊക്കെ നിൽക്കുന്നത് ഇതുകൊണ്ട് കൂടിയാണ്. കാരണം പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ്. ഇത് കഴിഞ്ഞപ്പോൾ അടുത്തൊരു വാർത്ത കണ്ടു. ബെവ്ക ഔട്ട്ലെറ്റുകളിൽ നിന്ന് മദ്യ കുപ്പികൾ വാങ്ങുമ്പോൾ, അതായത് പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് കുപ്പിയിൽ മദ്യം വാങ്ങുമ്പോൾ 20 രൂപ അധികം കൊടുക്കണം. ഈ അധികം കൊടുത്ത 20 രൂപ ഇത് ഈ പ്ലാസ്റ്റിക് കുപ്പി നമ്മൾ കൊടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ തിരിച്ച് തരും എന്നുള്ളതാണ്. അപ്പൊ റീഫണ്ട് ചെയ്യും. അപ്പൊ അതിന് പ്രധാനമായിട്ടും പറയുന്ന കാരണം ഈ പ്ലാസ്റ്റിക് മുക്ത കേരളം എന്നൊക്കെയുള്ള ടാഗ് ലൈനൊക്കെ. പക്ഷെ അത് അത്ര സതുദ്ദേശപരമല്ല സർക്കാരിന്റെ ഈ ഒരു തീരുമാനം. ബിസിനസ്. അതായത് നമ്മുടെ ഒരു മെയിൻ വരുമാനമാണല്ലോ ലോട്ടറിയും പിന്നെ ഈ പറയുന്ന മദ്യം. ലോട്ടറിക്ക് ഇപ്പൊ വലിയ തലക്കടി കേട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മന്ത്രി ബാലഗോപാൽ പറഞ്ഞത് കേട്ടിട്ടുണ്ടായിരിക്കും. തലക്കടി ഏറ്റതുപോലെ ആയിപ്പോയി GST വന്നപ്പോൾ. അതായത് 40% ടാക്സ്, 18% നിന്ന് 40%. കാരണം ലോട്ടറി എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ ആവശ്യമുള്ള ഒരു ഗുഡ്സ് അല്ല. അപ്പം അങ്ങനത്തെ വസ്തുക്കൾക്കെല്ലാം 40%. പാപ ഗുഡ്സ് എന്നതിനെ പറയുന്നത്, സിൻ ഗുഡ്സ്. അതായത് ചൂതാട്ടം നടത്തുന്ന കേന്ദ്രങ്ങളിലെ അത്തരത്തിലുള്ള വരുമാനം. പിന്നെ ഈ റമ്മിയൊക്കെ ഉണ്ടല്ലോ, ജംഗ്ലി റമ്മി, പിന്നെ ഈ പറയുന്ന ലോട്ടറി, ഇതുപോലെയുള്ള സിഗരറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സിൻ ഗുഡ്സ് എന്നാണ് പറയുന്നത്, പാപ ഗുഡ്സ്. അപ്പൊ അതിന് ടാക്സ് ഉയർത്തിയിട്ടുണ്ട്. പക്ഷെ മദ്യത്തിന് ഉയർത്തിയിട്ടില്ല, വിദേശ മദ്യത്തിന് ഉയർത്തിയിട്ടില്ല. ഇത് കേരളത്തിന് ആശ്വാസമാണ്. പക്ഷെ കേന്ദ്ര സർക്കാർ ഒന്ന് വിലക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ക്ഷേമത്തിനൊക്കെ വേണ്ടി, സംസ്ഥാനത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി പൈസ കണ്ടെത്തേണ്ടത് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആളുകളെ കുടിപ്പിച്ച് കിടത്തിയും ലോട്ടറി എടുത്ത് മുടിപ്പിച്ചും അല്ല നിങ്ങൾ വരുമാനം കണ്ടെത്തേണ്ടത്. അതിന് അവിടെ വ്യവസായങ്ങൾ കൊണ്ടുവരണം, അങ്ങനെ അതിലൂടെ തൊഴിലവസരങ്ങൾ കൊണ്ടുവരണം. അങ്ങനെയാണ് ഹെൽത്തി ആയിട്ടുള്ളൊരു രീതി എന്ന് അന്ന് കേന്ദ്ര സർക്കാർ വിമർശിച്ചിരുന്നു. എന്തായാലും ഈ നമ്മളിപ്പോൾ പറയാറുണ്ട്, ഈ സിനിമകളുടെ റെക്കോർഡ്, മോഹൻലാലിൻ്റെ തുടരും സിനിമ 250 കോടി, അതുപോലെ എമ്പുരാൻ ഇത്ര കോടി എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ പറയുന്ന ആ റെക്കോർഡുകളൊക്കെ പൊളിക്കുന്നത് ആരാണ്? ബിവറേജ് ആണെന്നാണ് പറയുന്നത്. മോഹൻലാലിൻ്റെ റെക്കോർഡ് പൊളിക്കാൻ ഇന്ന് കേരളത്തിൽ ബിവറേജിന് മാത്രമേ കഴിയുള്ളൂ. 900 കോടി, അത് മോഹൻലാലിന് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്ന 20 രൂപയുടെ കാര്യം, അത് എന്താണെന്ന് പറഞ്ഞാൽ അത് ചിന്തിച്ച് നോക്കിയാൽ മതി. ഈ കുപ്പി തിരിച്ചുകൊണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് റീഫണ്ടായിട്ട് 20 രൂപ കിട്ടും അല്ലേ? ഈ കുപ്പി 20 രൂപ കിട്ടാനായിട്ട് ആരെങ്കിലും തിരിച്ച് ബിവറേജിൽ പോകുമോ? സ്വാഭാവികമായിട്ട് 20 രൂപ കിട്ടാനായിട്ട് പോകുമോ? 20 രൂപ കിട്ടാനുണ്ടെന്ന് പറഞ്ഞ് ഇത്രയും ദൂരം സഞ്ചരിച്ചാരെങ്കിലും പോകും? അതൊരിക്കലും ഇല്ലല്ലോ. ബിവറേജിന്റെ അടുത്തുള്ളവരാണെങ്കിൽ പോകുമായിരിക്കും. അതാ ഞാൻ ചോദിച്ചത്, അത് അത്ര സതുദ്ദേശപരമല്ല. അതെ, 20 രൂപ ഈ കുപ്പി കയ്യിലിരിക്കുന്നു, അതുകൊണ്ട് കൊടുത്തിട്ട് വരാം, 20 രൂപ മാച്ചിഞ്ഞ് വരാം എന്ന് പറഞ്ഞു പോകുന്ന ഒരാള് അവിടെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കുപ്പി അങ്ങ് എടുക്കാം എന്ന് തോന്നും അല്ലേ? അങ്ങനെ അവിടെ നിന്ന് കുപ്പി എടുത്തിട്ട് വരും. എന്നിട്ട് ആ 20 രൂപ ഈ പ്ലാസ്റ്റിക്കിന്റെ മറ്റേതിൽ കുറച്ചോളം പറയും, ഇല്ലെങ്കിൽ വീണ്ടും പ്ലാസ്റ്റിക്കിലായിരിക്കും എടുക്കുന്നത്. ഇങ്ങനെ ലൂപ്പിൽ പെടും. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. പിണറായി വിജയൻ പറഞ്ഞ പോലെ ദിസ് ഈസ് ബിസിനസ് എന്ന് അങ്ങനെയാണ് പറഞ്ഞത്. അതായത് നമ്മളെ റോക്കി ബായിയുടെ നിലവാരത്തിലുള്ള ബിസിനസ്സാണ് പിണറായി വിജയന്റെ. അതായത് നമ്മളാണ് അതിന്റെ ഇര. അല്ല, അങ്ങനെ പറയരുത്, തിരുത്തണ്ട്. ബഹുമുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇര നമ്മളാണ്. കാരണം ഈ പറയുന്ന പോലെ എന്താണ്, ഈ മദ്യവ്യാപാരം എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ ഇത്രയേറെ ക്രിയാത്മകമായിട്ട് കണ്ടൊരു മറ്റേ സർക്കാരില്ല അല്ലേ? ഇടയ്ക്ക് കോവിഡിന്റെ സമയത്ത് ഓൺലൈൻ രീതിയിൽ വരെ ഉണ്ടായിരുന്നു. അതായത് വീട്ടിൽ എത്തിക്കുന്ന, അതായത് അവശ്യ വസ്തുവായതുകൊണ്ട്, ലോക്ക്ഡൗൺ ആയതുകൊണ്ട് മദ്യാസക്തിയുള്ള, അതൊരു നല്ല തീരുമാനമായിരുന്നു. കാരണം മദ്യാസക്തിയുള്ളവർക്ക് ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ നല്ല വശം മാത്രം നോക്കിയാണ് സർക്കാർ ചെയ്തത്. അതിനുവേണ്ടി ആപ്പൊക്കെ സൃഷ്ടിച്ചു. അത് ഒരു കാരണവശാലും മുടങ്ങരുത് എന്നുള്ളത് ക്ലിഫ് ഹൗസിൽ നിന്നുള്ള ഉത്തരവായിരുന്നു. അരി മുടങ്ങിയാലും കുഴപ്പമില്ല, അത് മുടങ്ങരുത് എന്ന് പറഞ്ഞിരുന്നു. അന്നാണ് കരുതൽ മനുഷ്യൻ എന്നുള്ളൊരു പേരൊക്കെ അദ്ദേഹത്തിന് കിട്ടിയത്. എന്തായാലും പൊതുജനങ്ങൾക്ക് തിരിച്ചു നൽകുന്ന ക്ഷേമ നടപടികൾ വളരെ കുറവാണെന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വിമർശനങ്ങൾ അവിടെ നിൽപ്പുണ്ട്. സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന പുതിയൊരു പദ്ധതിയാണല്ലോ ഈ
ഇത് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പേരിലെന്നാണ് പറയുന്നത്. നമ്മൾ ഈ ആപ്പിളിൽ ഇപ്പൊ ചാർജർ ഒന്നും കൊടുക്കാറില്ല. ആപ്പിൾ മൊബൈൽ വാങ്ങിക്കുമ്പോൾ ചോദിക്കുമ്പോൾ പറയും പരിസ്ഥിതി സംരക്ഷണമാണെന്നാണ് പറയുന്നത്. ഞാൻ അറിയാലോ, അതായത് റീസൈക്ലിംഗ് ഒഴിവാക്കാൻ, റീസൈക്ലിംഗ് എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ടല്ലോ, അത് വർക്കൗട്ട് ആവുന്നില്ല. കാരണം പുതിയ ചാർജറുകൾ വീട്ടിലിപ്പോൾ ചാർജറുകൾ കൊണ്ട് നിറയല്ലേ. അതുകൊണ്ട് ഇപ്പോൾ സാംസങ് ആ പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്, അതായത് ചാർജർ തരില്ല. ഇതൊക്കെ പക്ഷേ ചുമ്മയാണ്, കാരണം അവർക്ക് ലാഭമല്ലേ ചാർജർ തരാതിരിക്കുന്നത്. ചാർജറിന് എക്സ്ട്രാ പൈസ കൊടുക്കണം, മനസ്സിലായോ? പണ്ട് നമ്മളൊരു ബോക്സ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ചാർജർ ഉണ്ടാവും. ഇപ്പോൾ ആപ്പിളും സാംസങ്ങിനും ഇങ്ങനെയാണ്, ബാക്കിയുള്ള കമ്പനികളിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഒരു പരിപാടിയാണ് ഒരു ബിസിനസ് കൂട്ടാൻ, പരിസ്ഥിതി ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ ബിസിനസ് കൂട്ടാനായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പലരും ഉപയോഗിക്കുന്നത് എന്നുള്ളത് വളരെ വിഷമകരമായിട്ടുള്ളൊരു വസ്തുതയാണ്. നികുതിയും സെസ്സും കൊടുത്ത് വാങ്ങുന്ന ഒരു സാധനത്തിൽ നിന്ന് വീണ്ടും അടവ് നൽകേണ്ടി വരുമോ എന്നുള്ളൊരു പേടിയിലാണ് പലരും ഇപ്പം മലയാളികൾ. കാരണം ഈ 20 രൂപ എന്ന് പറയുന്നത് ആണെങ്കിൽ പോലും ഒരു എക്സ്ട്രാ തുകയാണല്ലോ, നികുതിയും സെസ്സും കൊടുത്ത് പിന്നെ 20 രൂപയും കൂടെ പ്ലാസ്റ്റിക് കുപ്പിക്ക്. അപ്പോൾ ഇത് ഒരു ബക്കറ്റ് പിരിവിൻ്റെ തന്നെ മറ്റൊരു വെർഷനായിട്ട് നമുക്ക് കാണാം. അതായത് മാക്സിമം പിഴിയുക എന്നുള്ളതാണ്. ഇതിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട്. അപ്പം കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് കുറച്ചും കൂടെ ഊറ്റിയെടുക്കുക. കാരണം ഇനി വരാൻ പറ്റില്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി 3ാമത്തെ വട്ടം. അപ്പോൾ ജനങ്ങളുടെ സാമ്പത്തിക ഭാരം വർദ്ധിക്കും എന്നുള്ളൊരു കാര്യം സംശയമില്ല. കാരണം നമ്മളിത് 20 രൂപയല്ലേ എന്നൊക്കെ പറയും. പക്ഷേ നമുക്കറിയാം, ഒരു ഒരു കുടുംബത്തിൽ ഇപ്പോൾ ഒരു കൂലിപ്പണിക്കാരൻ്റെ ഒരു മദ്യപാനിയാണെങ്കിൽ അത് നല്ലൊരു വരുമാനം ഇതിലോട്ടാണ് പോകുന്നത്. ഈ പറയുന്ന അവർ ഈ മദ്യമല്ല, ഈ പറയുന്ന കൂടിയ ഇനം മദ്യമൊക്കെയാണ് പ്ലാസ്റ്റിക് കുപ്പിയിലല്ലാത്തത്, ബാക്കിയെല്ലാം പ്ലാസ്റ്റിക് കുപ്പിയിലുള്ളതാണ്. അപ്പോൾ അതിനെല്ലാം ഈ പ്രശ്നമുണ്ട്. പിന്നെ യഥാർത്ഥത്തിൽ ഭൂരിഭാഗം മദ്യപാനികളും ബോട്ടിൽ തിരികെ നൽകാൻ തയ്യാറാകുമോ എന്നൊരു വലിയ ചോദ്യം കൂടെ ഉണ്ട്. എന്നാൽ മദ്യം വാങ്ങുന്നവർ സാധാരണയായിട്ട് 500 രൂപ, ഇപ്പോൾ ഒരു ജവാനൊക്കെ ആണെങ്കിൽ 540 രൂപയായിരിക്കും. അപ്പോൾ അത് അങ്ങനെയുള്ളത് മാക്സിമം 1000 രൂപ പോലുള്ള അതിനകത്ത് വരുന്ന തുകകൾ അത് കൈവച്ചിട്ടാണ് എത്തുന്നത്. അപ്പോൾ അത്തരത്തിൽ അവർക്ക് 20 രൂപ വീണ്ടും ബെവറേജസ് ഔട്ട്ലെറ്റിൽ കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് അവർക്ക് തോന്നില്ല. എക്സ്ട്രാ അത് ചെറിയൊരു തുകയാണെന്ന് കരുതും. പക്ഷേ സമയം കളയുന്നതിനേക്കാൾ നമുക്ക് 20 രൂപ അങ്ങ് വിട്ടേക്കാം എന്ന് കരുതിയായിരിക്കും ചെയ്യുന്നത്. അതായത് കുപ്പി ഈ പറയുന്ന പോലെ അവർ തിരിച്ച് കളയില്ല, തിരിച്ചു കൊണ്ട് കൊടുക്കില്ല, കളയും. 20 രൂപയില്ലേ, അത് പോട്ടെന്നായിരിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഒരു ഉപയോഗമില്ല. ഈ പരിസ്ഥിതി അവർ 20 രൂപ കൂടിയ മദ്യത്തിന് 20 രൂപ കൂടി എന്ന് വിചാരിക്കും, എക്സ്ട്രാ 20 രൂപ കൊണ്ടുവരും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഒരു മാറ്റവും സംഭവിക്കാനില്ല. അപ്പോൾ ഇതിനകത്ത് ആത്യന്തികമായിട്ട് സംഭവിക്കാൻ പോകുന്നത്, ഒന്നുകിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുപ്പി തിരിച്ചു വരുമ്പോൾ ഒരു കുപ്പിയും കൂടെ എടുത്ത് അടുത്ത കുപ്പിയായിട്ട് തിരിച്ചു വരും. അങ്ങനെ ലൂപ്പിൽപ്പെട്ട് മദ്യം കൂടും, ആളുകളൊക്കെ ലൂപ്പിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത്തത്, ഈ കുപ്പി നമ്മൾ മദ്യത്തിന് 20 രൂപ കൂടി എന്നുള്ളൊരു കണക്കിൽ ആളുകൾ 20 രൂപയും എക്സ്ട്രാ കയ്യിൽ വെച്ചുകൊണ്ട് വരും, മദ്യം വാങ്ങിക്കും, പോവും. ഈ കുപ്പി വഴി തന്നെ കളയും. സർക്കാരിന് ഓസിന് 20 രൂപ ഓരോ മദ്യത്തിനും കിട്ടുകയാണ്. ഓരോ മദ്യക്കുപ്പിക്കും പ്ലാസ്റ്റിക് കുപ്പിയിലുള്ള മദ്യമാണ് കൂടുതലും, മീൻസ് സാധാരണക്കാർ വാങ്ങിക്കുന്നത്. അപ്പോൾ അത് കിട്ടും. ഇത് ഇത്തരത്തിലുള്ള ഒരു തുടക്കത്തിൽ പറഞ്ഞ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ആരുടെ ബിസിനസ്? സർക്കാരിൻ്റെ ബിസിനസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.